രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ആവർത്തിച്ചു കേന്ദ്ര സർക്കാർ. പരിഭ്രാന്തി വേണ്ടെന്നും ആവശ്യമായ അസംസ്കൃത എണ്ണയുടെ സ്റ്റോക്ക് ഉണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതിനിടെ ഹോർമൂസ് കടലിടുക്ക് കടന്ന ഇന്ത്യൻ പതാകയേന്തിയ ജഗ് വസന്ത് LPG കപ്പൽ ഇന്ത്യയിലെത്തും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ ആശങ്ക വേണ്ട, ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ സർക്കാർ ആവർത്തിക്കുമ്പോഴും പലയിടത്തും ഇപ്പോഴും വാണിജ്യ LPG സിലിണ്ടറിന്റെ ക്ഷാമം അനുഭവിക്കുന്നു. പൂട്ടിയ ഹോട്ടലുകളിൽ പലതും ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ ദിൽന. ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാണിജ്യ LPG സിലിണ്ടറിന് നിലവിൽ പലയിടത്തും ഇപ്പോഴും ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ഇക്കാര്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നുമുണ്ട്. വാണിജ്യ LPG സിലിണ്ടറിന്റെ വിഹിതം അത് 50% വർദ്ധിപ്പിച്ചെങ്കിലും അത് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള സിലിണ്ടറുകളുടെ ഓളം പര്യാപ്തമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിലും. എന്നാൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ വാണിജ്യ LPGയേക്കാൾ ഉപരിയായി ഗാർഹിക LPGക്ക് മുൻഗണന നൽകണം എന്ന തീരുമാനമാണ് തുടക്കം മുതൽ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുമാണ് സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം. എന്നാൽ നിലവിൽ 56 ലക്ഷത്തോളം സിലിണ്ടറുകളാണ് ഗാർഹിക ആവശ്യങ്ങൾക്കായി പ്രതിദിനം ആവശ്യം വരുന്നത്. എന്നാൽ ഇടക്കാലത്ത് ജനങ്ങൾ പരിഭ്രാന്തരായതിനെ തുടർന്ന് അത് 89 ലക്ഷം ബുക്കിംഗിലേക്ക് ഉയർന്നിരുന്നു. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ വലിയ ക്യൂവും മറ്റും അനുഭവപ്പെട്ടത് എന്നും നിലവിൽ ഇപ്പോൾ സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുമാണ് സർക്കാർ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗത്തിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. വാണിജ്യ സിലിണ്ടറുകളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ പ്രതികരണം ഈ സർവകക്ഷി യോഗത്തിൽ പോലും ഉണ്ടായില്ല എന്നാണ് ഈ യോഗത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ അംഗങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയില്ല, മതിയായ അളവിൽ നിലവിൽ കരുതൽ ഇന്ധനം രാജ്യത്ത് സ്റ്റോക്ക് ഉണ്ട് എന്ന വിശദീകരണമാണ് സർക്കാർ നൽകുന്നത്. കൂടാതെ കൂടുതൽ കപ്പലുകൾ, ടാങ്കർ കപ്പലുകൾ രാജ്യത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഈ പ്രതിസന്ധി മറികടക്കുന്നതിനായി ഇന്ത്യ ഇന്ധന ഇറക്കുമതി വൈവിധ്യവൽക്കരിച്ചു എന്നും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്ന സാഹചര്യം ഇപ്പോഴില്ല എന്നുമാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല എന്നും സർവകക്ഷി യോഗത്തിൽ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അന്തർമന്ത്രാലയ സമിതിയുടെ വാർത്താ സമ്മേളനങ്ങളിലും സർക്കാർ അല്ലെങ്കിൽ പെട്രോളിയം മന്ത്രാലയം നൽകുന്ന വിശദീകരണം ഇത് തന്നെയാണ്. അതേസമയം ഈ വാണിജ്യ LPGയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് നിലവിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. അത് ഹോട്ടൽ മേഖലയിൽ ഉൾപ്പെടെ വലിയ തോതിൽ ബാധിക്കുന്നുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഗോകുൽ ദിൽന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.